Hi students, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധനത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മനുഷ്യ മൂലധനം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുക? മെയിൻലി ഒരു സെക്ഷൻ ഓഫ് ആളുകൾ, എല്ലാ സെക്ഷൻ ഓഫ് ആളുകളും ജോബ് ചെയ്യുന്നവരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡ്യൂ ടു സം ഫിസിക്കൽ വീക്ക്നെസ് ചിലവർ അൺഎംപ്ലോയ്മെന്റ് ഫേസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല രീതിയിൽ ഹെൽത്ത് കെയർ ഒക്കെ കൊടുത്തിട്ട് അവരെ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് നമ്മൾ സൊസൈറ്റിക്ക് മുന്നിൽ കൊണ്ടുവരണം. അപ്പോൾ എന്താണ് മനുഷ്യ മൂലധനം എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്ലൈഡിലേക്ക് നോക്കിയാലോ? ഓക്കെ, അപ്പൊ സ്ലൈഡിലേക്ക് പോവാം അല്ലെ. ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധനം. ഓക്കെ, വൈ ഡു വി അക്വയർ എഡ്യൂക്കേഷൻ? നമ്മൾ എന്തിനാണ് വിദ്യാഭ്യാസം നേടുന്നത്? എന്തിനാണ്? നമ്മൾ ഓരോരുത്തരും വിദ്യാഭ്യാസം നേടുന്നത് എന്തിനു വേണ്ടിയാണ് അല്ലെ? ആസ് ഹ്യൂമൻ റിസോഴ്സസ് we become human capital through education and job training. എന്ന് വെച്ചാൽ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ, ഇപ്പൊ മെയിൻലി കളക്ടർമാരാവാൻ ആഗ്രഹിക്കുന്ന കുറെ കുട്ടികൾ ഉണ്ടാവും, പോലീസ്, മിലിറ്ററി, അങ്ങനെയുള്ള ജോബ്സിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? വിദ്യാഭ്യാസത്തിലൂടെയാണ് അല്ലെ. പലതരത്തിലുള്ള ജോബ് ട്രെയിനിങ് ഇപ്പോൾ പല എഡ്യൂക്കേഷൻ പേർപ്പസസിനും വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഒരു എഡ്യൂക്കേഷന്റെ, വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. ഓക്കെ, മാനവ വിഭവങ്ങളായ നമ്മൾ ഓരോരുത്തരും വിദ്യാഭ്യാസത്തിലൂടെയാണ് എന്തൊക്കെ തൊഴിൽ പരിശീലനം നമുക്ക് ലഭിക്കുന്നത് എന്ന് മക്കൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്ലൈഡ്. ഹ്യൂമൻ ക്യാപിറ്റൽ is the economic value of human resources. എന്താണ് പറയുന്നത്? മാനവവിഭവശേഷിയുടെ സാമ്പത്തിക മൂല്യമാണ് എന്ത് മക്കളെ? മനുഷ്യ മൂലധനം എന്ന് പറയുന്നത്. നമ്മൾ പല പല ജോബ്സ് ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മനുഷ്യ മൂലധനം അല്ലെ, ക്യാപിറ്റൽ, മണി എന്ന് പറയുന്നതാണ് നമ്മുടെ രാഷ്ട്ര പുരോഗതിക്ക് പ്രാധാന്യം നൽകുന്നത് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇസ് ദ എഡിഷൻസ് മെയ്ഡ് ഓവർ പീരീഡ് ഓഫ് ടൈം ടു ദ സ്റ്റോക്ക് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പൊ മനുഷ്യ മൂലധനം വർദ്ധിപ്പിക്കാൻ എങ്ങനെ പറ്റും? മനുഷ്യ മൂലധന ശേഖരണത്തിലേക്ക് കാലക്രമേണ നടത്തുന്ന കൂട്ടിച്ചേർക്കലുകളാണ് മനുഷ്യ മൂലധന രൂപീകരണം നടത്തുന്നത്. എന്ന് വെച്ചാൽ കുറെ ആളുകള്, ഒരു സെക്ഷൻ ഓഫ് ആളുകൾ മാത്രം വർക്ക് ചെയ്താൽ നാഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല അല്ലെ. കുറെ ഹ്യൂമൻ റിസോഴ്സസ്, അവരുടെ ഘടനാപരമായിട്ടുള്ള എല്ലാം ഉയർത്തിക്കൊണ്ട് എല്ലാ സെക്ഷൻ ഓഫ് ആളുകളെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലെ, എന്താണ് മനുഷ്യ മൂലധന മനുഷ്യ മൂലധന രൂപീകരണം നമുക്ക് നടത്താൻ സാധിക്കുമെന്നാണ് മക്കള് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡില് ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. സോ ഇറ്റ് ഈസ് നെസസറി ടു ഇൻക്രീസ് ദ ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെ, ഇഫ് ദ ഗ്രോയിങ് ലേബർ ഫോഴ്സ് ഇൻ ഇന്ത്യസ് പോപ്പുലേഷൻ ഈസ് ടു ബി ബെനിഫിഷ്യൽ ടു ദ കൺട്രി. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ജനസംഖ്യയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിൽ സേന രാജ്യത്തിന് നേട്ടമായി മാറണമെങ്കിൽ മനുഷ്യ മൂലധനം വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നാണ് പറയുന്നത്. എന്താണ് എന്ന് വെച്ചാല്, എല്ലാ മേഖലയിലേക്കും ആളുകൾ കടന്നു വരണമെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. പുസ്തകത്തിൽ എന്ന് പറയുമ്പോൾ ഓരോ സിലബസ് ചേഞ്ച് ചെയ്യുമ്പോൾ സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ കുറെ ഈവെന്റ്സ് വരുന്നുണ്ട്. അത് ഓരോ ബുക്കിലും ചേർത്താൻ വേണ്ടിയിട്ടാണ് സിലബസ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെ മക്കളെ. അപ്പോ അതൊക്കെ മക്കളെ ബോധവാന്മാരാക്കുകയാണ്. അല്ലാതെ നമ്മൾ കുറെ പേര് ന്യൂസ് പേപ്പറൊക്കെ വീട്ടിൽ ഇടുന്നുണ്ടെങ്കിലും നമ്മൾ വായിക്കുന്നില്ല, കുറെ പേര് വായിക്കുന്നില്ല. അപ്പൊ നമ്മൾ പുസ്തകത്തിലൂടെയും ടീച്ചേഴ്സ് പറയുന്ന ഓരോ ലെസൺസിലൂടെയാണ് മക്കൾക്ക് ആ സംഭവം ആ രാജ്യത്ത് നടന്നിട്ടുണ്ട്, ഈ സംഭവം ആ രാജ്യത്ത് നടന്നിട്ടുണ്ട് നമുക്ക് കിട്ടുന്നത്. പല പല ജോബിലേക്ക് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നതും വിദ്യാഭ്യാസത്തിലൂടെയാണ് അല്ലെ. ആ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് പറയുന്നുള്ളൂ ഇവിടെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ആൻഡ് ടു പ്രൊവൈഡ് ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റീസ്, മെച്ചപ്പെട്ട എന്താണ് ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ അല്ലെ, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ നല്ല ബെനിഫിഷ്യൽ ആയിട്ട് നമുക്ക് നിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കണം അല്ലെ. പിന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. എനേബിൾ ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. പാവപ്പെട്ട അല്ലെ കുറെ പുവർ സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ ഉണ്ട്, ഇന്നും നിലനിൽക്കുന്നു പല ഭാഗങ്ങളിലായിട്ട്. അവർക്ക് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മുടെ നാഷണൽ ഡെവലപ്മെന്റിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ അവർക്ക് പറ്റണം. അതാണ് വിദ്യാഭ്യാസ രംഗത്ത് വൻ തോതിലുള്ള നിക്ഷേപം നമ്മൾ സാധ്യമാക്കണം എന്ന് പറയാൻ കാരണം. ഓക്കെ,
ഇനി എന്തൊക്കെ കൊണ്ടുവരാം ഹ്യൂമൻ ക്യാപിറ്റൽ രൂപീകരണത്തിന് വേണ്ടി, മനുഷ്യ മൂലധന രൂപീകരണത്തിന് വേണ്ടി? എംഫസൈസ് സ്കിൽ ഡെവലപ്മെന്റ്. ഇപ്പോ സർക്കാരിന്റെ ഇതില് പലതരത്തില് ആളുകളെ പല ജോബ്സിനുള്ള സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അവരുടെ സ്കില്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെ. അതാണ് നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകുന്ന കുറെ സർക്കാർ പദ്ധതികൾ രൂപീകരിച്ച് വരുന്നുണ്ട്. പിന്നെയോ ആൻഡ് ക്രിയേറ്റ് ആൻഡ് എംപ്ലോയി ഫ്രണ്ട്ലി വർക്ക് എൻവിറോൺമെന്റ്. എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസിൽ എപ്പോഴും സൗഹൃദത്തിൽ എല്ലാവരോടും പെരുമാറുക അല്ലെ. അങ്ങനെയുള്ള എൻവിറോൺമെന്റ് ആകുമ്പോൾ അതൊരു നമുക്ക് സെക്കൻഡ് ഹോം ആയിട്ട് മാറും അല്ലെ. ഇറ്റ് ഈസ് തൊഴിലാളി സൗഹൃദ തൊഴിൽ അന്തരീക്ഷം എല്ലാ രീതിയിലും സൃഷ്ടിക്കുക എന്ന് വെച്ചാൽ ഒരു സെക്ഷൻ ഓഫ് ആളുകൾക്ക് മാത്രം കൂടുതൽ ബെനിഫിഷ്യൽ നൽകിയിട്ട് പ്രാധാന്യം നൽകിയിട്ട് മറ്റ് സെക്ഷനെ നമ്മൾ സബോർഡിനേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫ്രണ്ട്ലി മാനർ അല്ല, ഫ്രണ്ട്ലി എൻവിറോൺമെന്റ് അല്ല അവിടെ അന്തരീക്ഷമായിട്ടുള്ളത് അല്ലെ. ആ ഒരു ഡിഫറൻസ് പറയാനാണ്. ഓക്കെ, അപ്പൊ എന്താണ് എംഫസൈസ് ആൻഡ് ക്രിയേറ്റ് ആൻ എംപ്ലോയി ഫ്രണ്ട്ലി വർക്കിംഗ് എൻവിറോൺമെന്റ്, തൊഴിലാളി സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാനും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ. ഇനി എന്താണ് ഹ്യൂമൻ ക്യാപിറ്റലിന്റെ ഘടനകൾ, ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, നോളേജ്, അറിവ് അല്ലെ. എഡ്യൂക്കേഷനിലൂടെ നമുക്ക് അറിവ് ലഭിക്കുന്നു. ക്രിയേറ്റിവിറ്റി ആൻഡ് ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എഡ്യൂക്കേഷനിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടുമ്പോഴാണ് നമ്മൾ എവിടേക്കാണ് നല്ല രീതിയിൽ ജഡ്ജ്മെന്റ് പറയാൻ കഴിയുക. എല്ലാത്തിലും തോന്നിവാസം പറയാൻ വേണ്ടിയിട്ടാണോ ജഡ്ജ്മെന്റ്? ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് പറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അല്ലെ. ആൻഡ് എക്സ്പീരിയൻസ് മേക്സ് എവരി മാൻ പെർഫെക്റ്റ്. ആൻഡ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ, skills, abilities that will improve or that will make or lead to human capital എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താണ്? എഡ്യൂക്കേഷൻ ആണ് അല്ലെ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം. രണ്ടാമത്തത് ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ആരോഗ്യ പരിരക്ഷ. ആൻഡ് തേർഡ് വൺ ഇറ്റ് ഇസ് ജോബ് ട്രെയിനിങ്. ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ തൊഴിൽ പരിശീലനം. ആൻഡ് ഫോർത്ത് വൺ മൈഗ്രേഷൻ, കുടിയേറ്റം എന്ന് പറയുമ്പോൾ ഇവിടെ കുടിയേറ്റം എന്നൊരു ടേം പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ മക്കളെ, ഇപ്പോ നമ്മള് കുറെ കുട്ടികള് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയിൽ പോയി പഠിക്കുന്നുണ്ട് അല്ലെ, ദുബായിൽ പോയി പഠിക്കുന്നുണ്ട്. അവിടെയൊക്കെ എന്താണ് കൂടുതൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് ചേക്കേറുന്നത്. ആ ഒരു പ്രക്രിയ പറയാനാണ് കേട്ടോ. ആൻഡ് ആക്സസ് ടു ഇൻഫോർമേഷൻ, വിവര ലഭ്യത എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ലൈബ്രറി ബുക്സ് വായിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? വിവരങ്ങൾ, സൊസൈറ്റിയിൽ ചുറ്റുപാട് നടക്കുന്ന ഇവന്റ്സിനെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കാനാണ്. അപ്പൊ ഇതൊക്കെയാണ് മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഏതൊക്കെയാന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ആക്സസ് ടു ഇൻഫോർമേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇതാണ് എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലെ. എന്ന് വെച്ചാൽ മനുഷ്യ മൂലധന രൂപീകരണത്തെ കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം തന്നെയാണ് അല്ലെ. പിന്നെ ഓക്കെ, അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസം ഈ ഒരു മൂലധന രൂപീകരണത്തിന് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നോക്കിയാലോ. ഓക്കെ, ആൻഡ് വാട്ട് ചേഞ്ചസ് ഡസ് എഡ്യൂക്കേഷൻ ബ്രിങ് ഇൻ us? വിദ്യാഭ്യാസം നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്? ഓക്കെ, aren't educated and skilled people a nation's asset? ഓക്കെ, വിദ്യാഭ്യാസത്തിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മളിൽ ഉണ്ടാകുന്നത്? വിദ്യാഭ്യാസവും വൈദഗ്ധ്യവുമുള്ള വിദ്യാഭ്യാസം അല്ലെ ജനത രാജ്യത്തിന്റെ അസ്ഥിയല്ലേ, അല്ലെ രാജ്യത്തിന്റെ ഒരു അസറ്റ് അല്ലേ വിദ്യാഭ്യാസം ഉള്ളവർ എന്ന് പറയുന്നത്? കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ, ആൻഡ് ത്രൂ എഡ്യൂക്കേഷൻ പീപ്പിൾ ക്യാൻ യൂസ് മോഡേൺ ടെക്നോളജി എഫക്റ്റീവ്ലി. നോക്കിക്കേ, ഇപ്പൊ നമ്മള് സ്കൂൾസിൽ പഠിക്കുന്നു. സ്കൂൾസിൽ നമ്മള് 10th സ്റ്റാൻഡേർഡ് മുതൽ നമ്മൾ IT പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ലാബ് കൊണ്ടുപോയിട്ട് ടീച്ചേഴ്സ് കമ്പ്യൂട്ടറൊക്കെ ചെയ്യിപ്പിക്കും അല്ലെ. പിന്നെ നമ്മൾ +2 ആവുമ്പോൾ ഹ്യൂമാനിറ്റീസ് എടുക്കുമ്പോൾ ഒക്കെ നമുക്ക് പിന്നെയും നമുക്ക് ടെക്നോളജി പരമായിട്ടുള്ള IT ഒരു സബ്ജക്റ്റ് ആണ്.
പിന്നെ നമ്മൾ എന്താ പല പല കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യുമ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഫങ്ഷൻ ചെയ്യുന്ന എല്ലാ ഇതും നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതാണ് എഡ്യൂക്കേഷൻ ത്രൂ ആണ് നമുക്ക് എന്തൊക്കെ മോഡേൺ ടെക്നോളജി എന്താണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തന്നത് ആ ഒരു വിദ്യാഭ്യാസത്തിലൂടെയാണ് അല്ലേ. ആൻഡ് എക്വയർ ബെറ്റർ ജോബ്സ്. ഈ ഒരു കാലഘട്ടത്ത് പല രാജ്യങ്ങളിൽ ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നോ തൊഴിലവസരങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി തന്ന വിദ്യാഭ്യാസം തന്നെയല്ലേ. ആൻഡ് ഏൺ മോർ ഇൻകം. ഇവിടെ ഇല്ലാത്ത, നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ലാത്ത ജോബിന് അല്ലെ കൂടുതൽ ബെനിഫിറ്റ്, കൂടുതൽ പൈസ മറ്റൊരു രാജ്യത്ത് കിട്ടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അറിഞ്ഞത് എന്താണ്, നമ്മൾ സ്കൂളിൽ പോയിട്ടും കോളേജസിൽ പോയിട്ടും അറിവ് നേടിയിട്ടൊക്കെയാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ബ്രിങ്സ് എൻ അസെറ്റ് ഫോർ ദി ഗ്രോത്ത് ഓഫ് കൺട്രി. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു മനുഷ്യ മൂലധന രൂപീകരണത്തിന് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയുന്നത് അല്ലെ. സാങ്കേതിക വിദ്യ ഫലപ്രദമായി വിനിയോഗിക്കാനും മെച്ചപ്പെട്ട തൊഴിൽ സ്വായത്തമാക്കാനും കൂടുതൽ വരുമാനം നേടാനും അതുവഴി രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകാനും ജനതയ്ക്ക് കഴിയുന്നു എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. നെക്സ്റ്റ്, ഓക്കെ. And apart from achieving a high standard of living through education, it is also possible to create a society with high sense of values. അല്ലേ, ഇപ്പൊ എന്താ, വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്ന ജീവിത നിലവാരം നേടുക എന്നതിലുപരി ഉന്നത മൂല്യബോധ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം നമുക്ക് നല്ല പണി ലഭിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് പൈസ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആണ്. പക്ഷെ അതിലുപരി നല്ലൊരു വ്യക്തിയായിട്ട് മനുഷ്യ മൂലധന പ്രക്രിയയിൽ നല്ല തരത്തിലുള്ള ഒരു ഷെയർ നൽകിയിട്ട് രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ് പ്രധാനം എന്നാണ് പറയുന്നത്. ഓക്കെ, and development of human resource into human capital requires massive investment in the public, cooperative and private sectors. അതുകൊണ്ട് തന്നെ പല പൈസയുള്ള ടീംസും നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കണ്ടതാണ് അല്ലെ. ഇറ്റ് ഈസ് മാനവ വിഭവത്തെ മാനവ മൂലധനമാക്കി വികസിപ്പിച്ചെടുക്കാൻ പൊതുമേഖലയിലും സഹകരണ മേഖലയിലും പ്രൈവറ്റ് മേഖലയിലും ഒക്കെ നമ്മൾ കുറെ ആളുകൾ വർക്ക് ചെയ്തിട്ട് അല്ലെ നമ്മുടെ മൂലധനം, മനുഷ്യ മൂലധനം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ രൂപീകരിക്കാൻ അല്ലെ നല്ല പ്രാധാന്യം നൽകുന്നുണ്ട് നമ്മൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നോളേജ് അല്ലെ. നോളേജ് പ്രൊവൈഡ്സ് ഗ്രേറ്റ് ഹൈറ്റ്സ് ഓഫ് വിസ്ഡം അല്ലെ. അപ്പോൾ അതിന്റെ ടെക്നോളജി, എക്കണോമി, അതിന്റെ ഫാക്ടേഴ്സ് ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഇനി എന്താണ് നോളേജ് എക്കണോമി, എന്താണ് വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്നത്? വിജ്ഞാനം അല്ലെ. ഓക്കെ, and it is essential for the modern era to achieve maximum economic growth by integrating intellectual capacity and information technology. നല്ല തരത്തിൽ സാമ്പത്തിക വളർച്ച നേടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. വിദ്യാഭ്യാസത്തിലൂടെ ആണെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും അല്ലെ നല്ല രീതിയിലുള്ള വികസനം ഉണ്ടാക്കണം എന്നാണ് പറയുന്നത് അല്ലെ. ഭൗതിക ശേഷിയും വിവര സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ട് രണ്ടും ഈക്വൽ ആയിട്ട് നിലനിർത്തിക്കൊണ്ട് പരമാവധി സാമ്പത്തിക വളർച്ച കൈവരിക്കണം എന്നതാണ് പറയുന്നത് കേട്ടോ. പിന്നെ the knowledge economy is an economic system that utilizes intelligence along with innovative technological ideas and information technology in various fields of economic activities. അപ്പോ നോളേജ് എക്കണോമി എന്ന് പറയുമ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയാണ് അല്ലെ. ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിവിധ തലങ്ങളിൽ അല്ല ബുദ്ധിയോടൊപ്പം നൂതന സാങ്കേതിക ആശയങ്ങളും ചേർന്ന് വിവര സാങ്കേതിക വിദ്യകളും ചേർന്ന് അല്ലെ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്തിട്ട് പല ജോബിൽ നമ്മൾ എൻഗേജ് ആവുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മളൊരു എന്താണ് ഈ ഒരു നോളേജ് എക്കണോമി സമ്പദ് വ്യവസ്ഥയ്ക്ക് അല്ലെ സാങ്കേതിക സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ല രീതിയിലുള്ള ആക്കം കൂട്ടുന്നത് അല്ലെ. ഈ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയ്ക്ക് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഊർജം അതിലെടുക്കുന്നുണ്ട് പണി ചെയ്തിട്ട്. അതുപോലെ തന്നെ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ടും നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ്
It aims at the production of intellectual products by converting intellectual capacity into intellectual capital. നമ്മുടെ എന്താണ് ഭൗതികതയെ ഒരു ഭൗതിക മൂലധനമാക്കി ഉൽപാദനവും അതിലൂടെ ലഭ്യമാകുന്ന ഭൗതിക ഉൽപ്പന്നങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളും എന്താണ് ഈ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക്, വിജ്ഞാന സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ല തരത്തിലുള്ള എന്താണ് മൂല്യം ലഭിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഇല്ലേ എന്ന് വെച്ചാൽ സാങ്കേതികമായിട്ട് അല്ലെങ്കിൽ വൈജ്ഞാനികമായിട്ടുള്ള പല ഐഡിയാസ് നമ്മുടെ ഇതിലുണ്ട്. എങ്ങനെ കൂടുതൽ ഇൻകം ഉണ്ടാക്കാം, അതെങ്ങനെ നമുക്ക് നാഷണൽ ബെനിഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യാം, എങ്ങനെ ക്യാപിറ്റലിലേക്ക് നമുക്ക് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ നമുക്ക് ഏൺ ചെയ്യാം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ. സോ ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഇന്റലക്ച്വൽ പ്രൊഡക്ട്സ് അല്ലെ, ഇന്റലക്ച്വൽ പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങുകയും ഓരോ പ്രൊഡക്ട്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ലാഭത്തില് അല്ലെ, ഒരു സ്ഥലത്ത് ഒരു കമ്പനി ഇട്ട പ്രൈസിന്റെ നമ്മൾ ഇരട്ടി ലാഭം ഉണ്ടാക്കണമെങ്കിൽ അതിൽ കുറച്ച് ഡിസ്കൗണ്ട് കുറച്ചിട്ട് നമ്മൾ വേറെ ഇതിൽ ആ പേര് മാറ്റിയിട്ട് ഇതാക്കുന്നവരുണ്ട്. എങ്ങനെ ക്യാപിറ്റൽ ഫോർമേഷൻ മൂലധനം നമുക്ക് രൂപീകരിക്കാമെന്നുള്ള ട്രിക്സ് ആണ് അവിടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ scientists and researchers, policy makers, experts in shares and taxation, software developers are human resources that strengthen this sector. സയന്റിസ്റ്റുകൾ ആയിക്കോട്ടെ അല്ലെ, എന്തൊക്കെയാണ് ഗവേഷകർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നയരൂപീകരണ വിദഗ്ധർ ആയിക്കോട്ടെ, ഓഹരി നികുതി അല്ലെ വിദഗ്ധർ ആയിക്കോട്ടെ, എല്ലാവരും എന്താണ് ഈ ഒരു മേഖലയെ നല്ല രീതിയിൽ ശക്തിപ്പെടുത്തുന്നവരാണ്. അവരുടേതായിട്ടുള്ള ഇൻകം ഇന്റലക്ച്വൽ കപ്പാസിറ്റി യൂസ് ചെയ്തിട്ട് അവർ ഇന്റലക്ച്വൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ഇറ്റ് ലെഡ്സ് ടു ദ നാഷണൽ ഡെവലപ്മെന്റ്, അത് രാഷ്ട്രീയ പുരോഗതിയിലേക്ക് നയിക്കുന്നു എന്നാണ് മക്കള് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ടെക്നോപാർക്ക് ആൻഡ് ഇൻഫോപാർക്ക് ആർ ദ അസെറ്റ് ദാറ്റ് ആക്സിലറേറ്റ് ദ ഗ്രോത്ത് ഓഫ് നോളേജ് ഇൻകം അല്ലേ. എന്ന് വെച്ചാൽ ഈ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് പോലുള്ള സംഗതികളാണ് മെയിൻലി ഈ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയ്ക്ക്, നോളജ് എക്കണോമിക്ക് ആക്കം കൂട്ടുന്നത് എന്നാണ് പറയുന്നത്. ഡെവലപ്മെന്റ്, വികസനം ഉണ്ടാക്കുന്നത് അല്ലെ. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ആൻഡ് ത്രൂ ദിസ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അതാണ് പ്രൈവറ്റ് സെക്ടേഴ്സും ഗവൺമെന്റ് സെക്ടേഴ്സും അവരുടേതായിട്ടുള്ള വീതം, ഷെയർ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി നീക്കം ചെയ്ത് വെക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ, സോ എഡ്യൂക്കേഷണൽ പോളിസീസ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ്. സോ ആൻഡ് ടെക്നോളജിക്കലി ഇന്നോവേറ്റീവ് പ്രൊജക്ട് ക്യാൻ ബി ഡിവൈസ്ഡ് ആൻഡ് ഇംപ്ലിമെന്റഡ് ഇൻ ദ എഡ്യൂക്കേഷൻ സെക്ടർ. അപ്പൊ എന്താ പറയുന്നത്, ഇത്തരത്തിലുള്ള നിക്ഷേപത്തിലൂടെ വിദ്യാഭ്യാസ നയങ്ങൾ അല്ലെ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതികമായിട്ടുള്ള നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും കഴിയുന്നു. എന്താന്ന് വെച്ചാല് ഇപ്പോ ഒരു ഗവൺമെന്റ് സ്കൂള്, അപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ ഗവൺമെന്റിന് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മൂലധനം ഉണ്ടെങ്കിലല്ലേ ആ ഒരു സ്കൂളിന് കുറെ കോടി നൽകിയിട്ട് പദ്ധതികൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു സ്കൂളിനെ നമ്മൾ മെച്ചപ്പെടുത്തിയിട്ട് പല കമ്പ്യൂട്ടേഴ്സും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു ഹൈടെക് രീതിയിൽ മാറ്റണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്, മൂലധനം ആവശ്യമാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഫുട്ബോൾ ഗ്രൗണ്ട് ഒക്കെ വേണമെങ്കിൽ അതിനൊക്കെ കുറെ കോടികൾ ചെലവിടും അല്ലെ സർക്കാർ. അപ്പൊ അതിനൊക്കെ എന്താണ്, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണം അല്ലെ. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ കിട്ടുന്നത്, പലതരത്തിലുള്ള ആളുകൾ അവരുടെ ഇതല്ലേ ചോര നീരാക്കിയിട്ട് അത്രയും അവർ അധ്വാനിച്ചിട്ടാണ് അതിലേക്ക് പൈസ നികുതിയായിട്ട് പല രീതിയിൽ നികുതിയായിട്ട് വലിച്ചെടുക്കുന്നത് അല്ലെ. അതാണ് പറയുന്നത്. സോ ദിസ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എക്കണോമി. അപ്പോൾ ഏതൊരു എക്കണോമിയും വളർച്ചയിൽ എത്തണമെങ്കിൽ കൂടുതൽ മൂലധനം ഉണ്ടാക്കുക, ആളുകൾ കൂടുതൽ വർക്ക് സെക്ടറിൽ എൻഗേജ് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള ഒരു സമ്പാദ്യം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് വലിയ തരത്തിലുള്ള നാഷണൽ ബെനിഫിറ്റിന് അത് ഈടാക്കുന്നു എന്നാണ് പറയുന്നത്. അത് അതിന് വളരെ ഹെൽപ്ഫുൾ ആക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് ഇറ്റ് ഈസ് ഹെൽത്ത്. എന്താണ് ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരോഗ്യം അല്ലെ. എന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്
മനുഷ്യർക്ക് ഈ ഒരു നാഷണൽ ഡെവലപ്മെന്റ് രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി കൊടുക്കണമെങ്കിൽ അവരുടെ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം, ആരോഗ്യം ഓക്കെ ആയിരിക്കണം അല്ലെ. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഹെൽത്ത്. ഓക്കെ എ ഹെൽത്തി പോപ്പുലേഷൻ ലൈക്ക് എഡ്യൂക്കേഷൻ അല്ലെ. ഒരു ആരോഗ്യവാനായുള്ള ഒരു പൗരന് വിദ്യാഭ്യാസം പോലെ തന്നെ ആരോഗ്യ പരിരക്ഷയും വളരെ പ്രധാനമാണ് കേട്ടോ. സോ ഹെൽത്ത് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലെ. മനുഷ്യ മൂലധന രൂപീകരണത്തിന് വേണ്ടിയിട്ട് ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സോ എന്താണ് ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിഫൈൻസ്. നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ലോകാരോഗ്യ സംഘടന എന്താണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് അല്ലെ. സാമൂഹികവും അല്ലെ മാനസികവും ശാരീരികവും സാമൂഹികവുമായിട്ടുള്ള ഒരു സുസ്ഥിതിയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത് എന്ന് ആരാണ് പറഞ്ഞത്? ലോകാരോഗ്യ സംഘടനയാണ് അല്ലെ. So people with poor health cannot contribute effectively to the progress of the country. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ക്ഷയിച്ച ആരോഗ്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോം ചെയ്യാൻ അവർക്ക് പറ്റുമോ? രൂപീകരണത്തിൽ പങ്കാളിയാവാൻ അവർക്ക് പറ്റില്ല അല്ലെ. ആരോഗ്യക്ഷമത കുറഞ്ഞ ഒരു വ്യക്തിക്ക് മതിയായ പരിഗണനയും ആരോഗ്യ പരിരക്ഷയും ലഭിക്കാത്ത പക്ഷം രാജ്യപുരോഗതിയിൽ അവർക്ക് ഏർപ്പെടാൻ കഴിയില്ല അല്ലെ. സോ unless they receive adequate consideration and health care. So how does declining health affect individual and national development? അങ്ങനെ കുറെ പൗരന്മാരുണ്ട് അല്ലെ. നല്ല രീതിയിൽ ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് കുറെ ജോബിൽ കയറാൻ കഴിയാതെ അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ അനുഭവിച്ചു കഴിയുന്ന കുറെ പേരുണ്ട്. സോ അതാണ് പറയുന്നത് അല്ലെ. ആരോഗ്യക്ഷമത കുറഞ്ഞ ഒരു വ്യക്തിക്ക് മതിയായ പരിഗണനയും ആരോഗ്യ പരിരക്ഷയും ലഭിക്കാത്ത പക്ഷം അവർക്ക് രാജ്യപുരോഗതിയിൽ കാര്യക്ഷമമായി സംഭാവന നൽകാൻ സാധിക്കില്ല അല്ലെ. സോ ആരോഗ്യക്ഷമത കുറയുന്നതിന് വ്യക്തിയെയും രാജ്യപുരോഗതിയെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്ന് നമുക്ക് അതിന്റെ ആൻസർ നോക്കാം അല്ലെ. സോ അങ്ങനെ ഹെൽത്ത് നല്ല രീതിയിൽ ആരോഗ്യം ഒരു ജോബ് ചെയ്യാൻ അവരെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ തരത്തിലുള്ള രീതിയിലേക്ക് ദോഷങ്ങൾ ചെയ്യും? ഇറ്റ് ഡിക്രീസസ് പ്രൊഡക്ടിവിറ്റി. അത് ഉൽപാദനക്ഷമതയെ കുറയ്ക്കുന്നു എന്ന് മനസ്സിലാക്കാം. പിന്നെയോ ഇറ്റ് റിഫ്രെയിൻസ് ഫ്രം വർക്ക്. ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരുന്നു ആ ഒരു കാരണം കൊണ്ട്. പിന്നെ തേർഡ് വൺ, ഇറ്റ് സ്ലോസ് ഡൗൺ പ്രൊഡക്ഷൻ. ഇത് ഉൽപാദനത്തെ കുറയ്ക്കുന്നു അല്ലെ. പിന്നെ so it is essential to ensure the health care of the people to achieve the progress of the country along with raising the standard of living of the individual. അതുകൊണ്ട് തന്നെ ആരോഗ്യ കേന്ദ്രങ്ങൾ അല്ലെ ഇത്തരത്തിലുള്ള ആളുകളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് ഫിസിക്കലി ഫിറ്റ് ആക്കി ജോബിന് വേണ്ടിയിട്ട് ഇതാക്കേണ്ടത് എന്താണ്? ഓരോരുത്തരുടെയും കർത്തവ്യമാണ് എന്നുള്ള രീതിയിലാണ് അല്ലെ. വ്യക്തികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതോടൊപ്പം അതിന് വലിയ തരത്തില് രാജ്യപുരോഗതിയെ കൈവരിക്കുന്നതിന് ആരോഗ്യ പരിരക്ഷ നൽകേണ്ട പ്രധാന ആവശ്യം തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. സോ ഈ ഒരു പിക്ചറാണ് അല്ലെ. ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ മെയിൻലി കുറെ ജോബ്സ് ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് നല്ല രീതിയിൽ ഇല്ലാത്തത് കൊണ്ട് ഇതായിപ്പോയ കുറെ തടസ്സം വന്നു പോയി ജോബ് കിട്ടാതെ പോയ കുറെ പേരെ നമുക്കറിയാം. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് വലിയ രീതിയിൽ ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന് ഇൻവെസ്റ്റ്മെന്റ് കൂടും അല്ലെ. അതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ. സോ ഹെൽത്ത് കെയർ പ്ലേസ് എ ഫണ്ടമെന്റൽ റോൾ ഇൻ ഹ്യൂമൻ റിസോഴ്സ് development by influencing people's productivity and by increasing the quality of life. എന്താണ് പറയുന്നത്? ജനങ്ങളുടെ ഉൽപാദനക്ഷമതയിലും ഗുണനിലവാരത്തിലും സ്വാധീനം ചെലുത്തിക്കൊണ്ട് മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിൽ അടിസ്ഥാനപരമായിട്ടുള്ള
പങ്കുവയ്ക്കുന്ന പ്രധാന ഘടകമാണ് ആരോഗ്യ പരിപാലനം എന്ന് പറയുന്നത് അല്ലേ. ജനങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഒരു മനുഷ്യ മൂലധന രൂപീകരണത്തിന് വേണ്ടി നല്ല രീതിയിൽ അവർക്ക് ഉൽപാദനം നടത്താൻ വേണ്ടിയിട്ട് കാര്യക്ഷമമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷ നൽകേണ്ടത് തന്നെയുണ്ട്. അതിനുവേണ്ടി ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ ഓരോ സ്ഥലത്ത് സർക്കാർ രൂപീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. So, what are the healthcare measures to be taken to increase the productivity of human resources? മാനവ വിഭവത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ മാർഗങ്ങളാണ് ഉള്ളത് എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. എന്തൊക്കെയാണ് നോക്കിയാലോ. We should strengthen the immune system. Immune system എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗപ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണം എന്നാണ് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് പോയിന്റ്. ആൻഡ് we should give importance to hygiene എന്ന് പറഞ്ഞാലോ ശുചിത്വ പരിപാലനത്തിന് പ്രാധാന്യം നൽകണം. എന്തൊക്കെയാണ് 2 പോയിന്റ് ഏതൊക്കെയാണ്? ദ ഹെൽത്ത് കെയർ മാനവ വിഭവത്തിന്റെ ഉൽപാദനക്ഷമത കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ 2 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വി ഷുഡ് സ്ട്രെങ്തൻ ദ ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് സെക്കൻഡ് വൺ വി ഷുഡ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ഹൈജീൻ അല്ലേ. നെക്സ്റ്റ്, ആഡിക്വേറ്റ് അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ്. അവർക്ക് നൽകണം പോഷക ഗുണമുള്ള ഭക്ഷണങ്ങളുടെ മതിയായ ലഭ്യത അവർക്ക് ലഭ്യമാക്കണം എന്നാണ് പറയുന്നത്. 3rd പോയിന്റ് ആണ് കേട്ടോ ഇത്. 4th പോയിന്റ് എന്താണ് മക്കളെ? It is to provide better medical facilities. അവരുടെ ഫിസിക്കലി അവർ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് അവർക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം നമ്മൾ ലഭ്യമാക്കി കൊടുക്കണം. പിന്നെ ensure the recreation and relaxation എന്ന് പറയുമ്പോൾ വിനോദവും വിശ്രമവും ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത്. ഓക്കെ, next, only a healthy person can work efficiently and with full potential. നല്ല രീതിയിൽ ആരോഗ്യവാന്മാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ നല്ല രീതിയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത് അല്ലെ. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കാര്യക്ഷമമായും പൂർണ്ണശേഷിയോടെയും പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. പിന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. A healthy people can work in a more effective manner. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് കൂടുതൽ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഈ 2 പോയിന്റ്സ് ആണ് ഓക്കെ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം അല്ലെ. സോ the unhealthy person becomes a liability for the organization and country. എന്താണ്? അനാരോഗ്യമുള്ള വ്യക്തി സംഘടനയ്ക്കും രാജ്യത്തിനും ബാധ്യതയായി തീരുന്നു. ഒരു തരത്തിലുള്ള ക്യാപിറ്റൽ അവർ നൽകുന്നില്ലല്ലോ, പ്രോഫിറ്റും ഒന്നും നൽകാത്തതുകൊണ്ട് അവരെപ്പോഴും സൈഡ് ലൈൻഡ് ആയിട്ട് നിർത്തുന്നുള്ളൂ എന്നുള്ള ഒരു പ്രവണതയാണ് ഈ ഒരു പോയിന്റിൽ അനലൈസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ്, a healthy person can work in a productive way and in this way it can contribute better to the development of economy of the country എന്നാണ് പറയുന്നത് അല്ലെ. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഉൽപാദനക്ഷമമായ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും കഴിയും. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ല രീതിയിൽ വികസനത്തിന്റെ സംഭാവന നൽകാനും കഴിയും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ മക്കൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു കേട്ടോ ടീച്ചർ. സോ we see many establishments around us committed to health care അല്ലെ. സോ ആരോഗ്യ പരിപാലനത്തിനായി നമുക്ക് ചുറ്റും നിരവധി സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ. മക്കൾ പറഞ്ഞ എന്തൊക്കെ സ്ഥാപനങ്ങളാണല്ലേ? ഇപ്പൊ മെയിൻലി എന്തൊക്കെ സ്ഥാപനങ്ങളുണ്ട്? ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ അല്ലെ. പൊതു മേഖലയിലും സ്വകാര്യ മേഖലയിലും പരിപാലന കേന്ദ്രങ്ങളുണ്ട്. ഇപ്പൊ സർക്കാരിന്റെ കുറെ ഫ്രീ ആയിട്ട് ആളുകൾക്ക് കൊടുക്കുന്ന മെഡിസിൻസ് ഒക്കെ ഉള്ള ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ക്ലിനിക്സ് ഒക്കെ ഉണ്ട് അല്ലെ. സോ ഹോസ്പിറ്റൽസ് ഉണ്ട്. സോ സച്ച് ഹെൽത്ത് കെയർ സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ ഫങ്ഷനിങ് ഇൻ പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് കോപ്പറേറ്റീവ് സെക്ടർ അല്ലെ. എന്ന് പറഞ്ഞാൽ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും അതുപോലെ തന്നെ സഹകരണ മേഖലയിലും പ്രവർത്തിക്കുന്ന കുറെ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ ഉണ്ട് എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഓക്കെ, സോ healthcare activities are being carried out efficiently in the public sector with a focus on public welfare. Okay, also different healthcare systems in the public sector അല്ലേ. എന്താണ് ഇപ്പോ പൊതുപരിപാലന
സെന്ററുകളില്ലേ, ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ നമുക്കുണ്ട് അല്ലെ. പൊതുജനക്ഷേമത്തെ മുൻനിർത്തിയുള്ള ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങൾ നടക്കുന്ന പൊതുമേഖലയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ പൊതുമേഖലയിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളാണുള്ളത് മക്കള് പറഞ്ഞേ അല്ലെ. കുറെ ഹെൽത്ത് സബ് സെന്റേഴ്സ് ഉണ്ട്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ഇസ് ദർ, താലൂക്ക് ഹോസ്പിറ്റൽസ് ഉണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജസ് ഒക്കെ നമ്മുടെ ചുറ്റുപാടുള്ളതാണ്. അതൊക്കെ പൊതുമേഖലയിലുള്ള കുറെ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ പറയേണ്ടത്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ എല്ലാം നമ്മുടെ ചുറ്റുപാട് നിലനിൽക്കുന്നുണ്ട് അല്ലെ. സോ in addition to this, many institutions provide various treatment facilities in various field. പല മേഖലയിലും പല ആരോഗ്യ മേഖലയിലും അവർ ഫോക്കസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ് അല്ലെ. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആയുർവേദ, ചിലര് സ്ട്രെസ് ഒക്കെ റിലീഫ് ചെയ്യാൻ വേണ്ടി യോഗ ചെയ്യുന്നവരുണ്ട്. സോ നാച്ചുറോപ്പതി ഉണ്ട്, യുനാനി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട് അല്ലെ. ഇതോടൊപ്പം ആയുർവേദം, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, ഹോമിയോപ്പതി തുടങ്ങി വിവിധ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന നിരവധി സ്ഥാപനങ്ങളും വിവിധ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്ന് നമുക്കറിയാം അല്ലെ. സോ ഇതാണ് മേജർ അച്ചീവ്മെന്റ്സ് അല്ലെ. നാച്ചുറോപ്പതി, യുനാനി അല്ലെ, യോഗ, അങ്ങനെ പലതരത്തിലുള്ള ആരോഗ്യ പരിപാലന ട്രീറ്റ്മെന്റ്സ് നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. So, government investment in the health sector strengthen the human capital formation. നമ്മുടെ മനുഷ്യ മൂലധന രൂപീകരണത്തിന് ഗവൺമെന്റ് കൂടുതൽ പൈസ എന്തില് നിക്ഷേപിച്ചിട്ടുണ്ട്? ഇത്തരത്തിലുള്ള ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൂടാതെ മരുന്നുകൾക്ക്, പ്രിവെന്റീവ് മെഡിസിൻസിന്, ഇമ്മ്യൂണൈസേഷൻ, ക്യൂറേറ്റീവ് മെഡിസിൻ, ആക്സസ് ടു ന്യൂട്രീഷ്യസ് ഫുഡ്, റേഷൻ വഴി നമ്മൾ ന്യൂട്രീഷ്യസ് ഫുഡ് അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. അതുപോലെ തന്നെ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ലിറ്ററസി, സപ്ലൈ ഓഫ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ മെഷേഴ്സ് ആർ ഇംപ്ലിമെന്റഡ് ത്രൂ ഹെൽത്ത് കെയർ സിസ്റ്റം. അപ്പൊ ഗവൺമെന്റ് കുറെ ആരോഗ്യ പദ്ധതികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെ വേണ്ടിയിട്ടാണ്? ആരോഗ്യ മേഖലയിലുള്ള ഗവൺമെന്റിന്റെ നിക്ഷേപങ്ങൾ മനുഷ്യ മൂലധന രൂപീകരണത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? ആരോഗ്യ പരിപാലന സംവിധാനങ്ങളിലൂടെ പ്രതിരോധ ഔഷധങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, പ്രതിരോധ കുത്തിവെപ്പുകൾ നടത്തുന്നു, അതുപോലെ തന്നെ രോഗം ഭേദമാക്കാനുള്ള ഔഷധങ്ങൾ അല്ലെ അത് ലഭ്യമാക്കുന്നു, പോഷകാഹാര ലഭ്യത നല്ല രീതിയിൽ കൂട്ടുന്നു, പിന്നെ ആരോഗ്യ സാക്ഷരതയുടെ പ്രചാരണം, ശുദ്ധമായ കുടിവെള്ള വിതരണം ലഭ്യമാക്കുന്നു, ശുചീകരണ നടപടികൾ നല്ല രീതിയിൽ നടപ്പാക്കുന്നു. ഇതൊക്കെ നമ്മുടെ സർക്കാർ ചെയ്യുന്ന പദ്ധതികളാണ്. ഓക്കെ, ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട്. So, we can be proud of the fact that Kerala is a model for the world's healthcare activities. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റേഴ്സ് ഒക്കെ അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി കേരളയിലേക്ക് വരാൻ കാരണം എന്താണ്? ബിക്കോസ് ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കേരളം ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു മാതൃകയായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് അല്ലെ. സോ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ് മെയിൻലി ഡിസ്കസ് ചെയ്തത്? Essential factors for the human capital formation. അല്ലെ, മനുഷ്യ മൂലധന രൂപീകരണത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ എഴുതുന്നത്. For the human capital formation. സോ എന്തൊക്കെയാണ് വേണ്ടത്? അപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാ സെക്ഷനിലുള്ള ആളുകളും ഫിസിക്കലി ഫിറ്റ് ആയി വരില്ല. സോ അത് സ്വാഭാവികമാണ്. അപ്പൊ അങ്ങനെ എന്തൊക്കെ ഗവൺമെന്റ് മെഷേഴ്സ് കൊണ്ടുവന്നാൽ അവരെ നമുക്ക് ഫിറ്റ് ആക്കാം? സോ വി ഷുഡ് പ്രൊവൈഡ് better educational facilities
ആൻഡ് നമുക്ക് ആരോഗ്യ പരിരക്ഷ കൊടുക്കുക അല്ലെ, പ്രൊവൈഡ് ഹെൽത്ത് കെയർ, പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഫുഡ്, പോഷകാഹാരം കൊടുത്ത് അവരെ ഫിസിക്കലി ഫിറ്റ് ആക്കുക അല്ലെ, പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഫുഡ്. സോ പ്രൊവൈഡ് ബെറ്റർ ഹെൽത്ത് കെയർ അല്ലെ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, പ്രൊവൈഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻസ് ഒക്കെ വാങ്ങാനുള്ള ഫെസിലിറ്റീസ്. അതുപോലെ തന്നെ പ്യൂർ ഡ്രിങ്കിങ് വാട്ടർ അല്ലെ, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, better sanitation, better sanitation. പിന്നെ എന്തൊക്കെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണ് നമ്മുടെ ചുറ്റുപാടുള്ളത്? യുനാനി, നാച്ചുറോപ്പതി, യോഗ അല്ലെ. ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ അല്ലെ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ പബ്ലിക് പൊതുമേഖലാ തരത്തിലും അതുപോലെ തന്നെ പ്രൈവറ്റ് തരത്തിലും അല്ലെ, സഹകരണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന കുറെ ഹെൽത്ത് കെയർ അല്ലെ, ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളുണ്ട്. പബ്ലിക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, പ്രൈവറ്റ് ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ കോപ്പറേറ്റീവ്. സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇപ്പൊ മനുഷ്യ മൂലധന രൂപീകരണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് എഡ്യൂക്കേഷൻ ആൻഡ് ഓൾസോ പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ടു ദം ഇൻ ഓർഡർ ടു ബിക്കം ഫിസിക്കലി ഫിറ്റ് ഫോർ ജോബ്സ് ആൻഡ് ടു മേക്ക് ആൻ ഇൻവെസ്റ്റ്മെന്റ്. സോ ഓൾസോ പ്രൊവൈഡ് ബെറ്റർ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, ബെറ്റർ സാനിറ്റേഷൻ. സോ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്, പ്രൈവറ്റ് ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്, മെഡിക്കൽ കോളേജസ്, കോപ്പറേറ്റീവ് ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ട്രീറ്റ്മെന്റ് ഇസ് ഓൾസോ ദെയർ അല്ലെ, യുനാനി, നാച്ചുറോപ്പതി, യോഗ പോലുള്ളതും. ഇനി നെക്സ്റ്റ് സെഷൻ we are going to discuss about migration. Okay, so നെക്സ്റ്റ് സെഷനിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.